ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കൂന്തൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീനാണ് കൂന്തൽ. മറ്റുള്ള മീനുകളെ അപേക്ഷിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു തൊലി ഉണ്ടല്ലോ, അത് കൈകൊണ്ട് തന്നെ നമുക്ക് പൊളിച്ച് ഇട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ഇളകി പോരുന്നതാണ്. ഒന്ന് തൊടുമ്പോൾ തന്നെ അതിങ്ങനെ പൊളിഞ്ഞ് പോരും. കത്തിയോ അല്ലെങ്കിൽ കത്രികയോ ഒന്നും വേണ്ട, കൈകൊണ്ട് തന്നെ നമുക്കതിങ്ങനെ പൊളിച്ച് മാറ്റാം. അപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്യാനൊക്കെ കഷ്ടപ്പാടാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങാത്ത ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിന് ശേഷം നമ്മൾ ഈ പതുക്കെ പിടിച്ചിട്ട് ഈ തല ഇങ്ങോട്ട് വലിച്ചെടുക്കണം. അപ്പോൾ ആ മഷി പൊട്ടാതെ കണ്ട് തന്നെ നമ്മൾ വലിച്ചെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിനകത്തുനിന്നൊരു പ്ലാസ്റ്റിക് പോലെ ഒരു സംഭവം ഉണ്ട്, അത് പേന എന്ന് പറയും. നമ്മൾ കടലിലെ മഷിക്കുപ്പിയും പേന എന്നൊക്കെയാണ് ഈ മത്സ്യത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് വലിച്ചൂരി മാറ്റിയിട്ട് ഇതിനകത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ കൈ അകത്തേക്ക് കയറ്റിയിട്ട് നല്ലപോലെ ആ വേസ്റ്റൊക്കെ ഒന്ന് വലിച്ചെടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ടാണെങ്കിലും ക്ലീൻ ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതിപ്പം രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ മുറിച്ചിട്ട് അകത്തുള്ള വേസ്റ്റൊക്കെ നമുക്ക് പുറത്തേക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് റൗണ്ടിൽ തന്നെ മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തത്. ഇനി ഞാനിത് മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അകത്തുള്ള വേസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ തലയും നമ്മൾ എടുക്കും കേട്ടോ. തലയെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അടുത്തൊരു കൂന്തൽ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ തല ആദ്യം ഇങ്ങനെ വലിച്ചൂരി എടുക്കണം. എന്നിട്ട് അതിൻ്റെ ആ കണ്ണുൾപ്പെടെയുള്ള ഭാഗം കത്തി വെച്ച് അത് നീക്കം ചെയ്ത് അത് നമ്മൾ എടുക്കില്ല, അത് വേസ്റ്റാണ്. അതിലാണ് മഷിയുള്ളത്. ഇനി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അകത്തുനിന്നൊരു കട്ടി പോലെ ഒരു സംഭവം വരും. അപ്പോൾ അതും നീക്കം ചെയ്യണം. അതതിൻ്റെ വായാണ്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് പിന്നെയുള്ള ഈ കൈയുടെ ഭാഗം അവിടെ ഇതുപോലെ ചെറിയ അവിടെയും തൊലിയുണ്ട്. ആ തൊലിയും ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ മുത്ത് പോലെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ കളയാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി കളയാം. നല്ല ടേസ്റ്റാണ്. തല ആരും ഒഴിവാക്കരുത്. തലയുടെ ഈ ഒരു ഭാഗത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ണും വായൊന്നും നമ്മൾ എടുക്കണ്ട. അത് നമ്മൾ കറിയിലിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കുക. ഞാൻ ഈ എടുക്കുന്ന ഈ ഭാഗങ്ങൾ മാത്രം ഇത്രയും മതി. ഇതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അത് ആ തല അതിൻ്റെ ആ ഒരു ഭാഗം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ തന്നെ ഞാൻ ചെയ്യണം. ഒരു കത്തി വെച്ചിട്ട് നമ്മൾ ഈ ചിരണ്ടി കളയുകയാണെന്നുണ്ടെങ്കിൽ ആ മുത്ത് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പോകും. അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്ക് കളയാം. അപ്പം ഞാൻ രണ്ട് രീതിയിൽ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീനാണ് കേട്ടോ. അപ്പോൾ ആരും ഇത് മെനക്കേടാണല്ലേ കഷ്ടപ്പാടാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങാതിരിക്കരുത്. നല്ല ടേസ്റ്റുമാണ്. റോസ്റ്റ് ചെയ്യാനാണെങ്കിലും ഫ്രൈ ചെയ്യാനും തോരൻ വയ്ക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തതുപോലെ തന്നെ ഇതും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റിൻ്റെ കൂടെ തന്നെ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും. ചെറിയ മീനുകളെയൊക്കെ വിഴുങ്ങിയിട്ട് അത് അതിൻ്റെ വയറിനുള്ളിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ നമ്മൾ വലിച്ചെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ തൊലി മുഴുവനായിട്ടും നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതിനകത്ത് കണ്ട ഒരു മത്സ്യത്തെ വിഴുങ്ങിയിട്ട് അത് അതിൻ്റെ വയറിനുള്ളിൽ നിന്ന് ഞാൻ വലിച്ചെടുത്തതാണ്. അപ്പോൾ അതിനെ വിഴുങ്ങിയ സമയത്ത് ഇവൻ വലയിലായി. അങ്ങനെ അതിനെ ഭക്ഷിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ചു തന്നതുപോലെ തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇതിന് മുന്നേ മത്തി ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി കൂന്തൽ വാങ്ങുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണ വീഡിയോ ഇടണേ എന്ന്. പക്ഷേ അതിനുശേഷം എനിക്ക് കൂന്തൽ കിട്ടിയിരുന്നു, പക്ഷേ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയും കൂടെ ഇട്ടേക്കാമെന്ന്. പിന്നെ ഞാനിപ്പോൾ ഇത് 1/2 കിലോ കണക്കാക്കിയുള്ള കൂന്തലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റോസ്റ്റ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂന്തലെന്നും പറയും, ഓരോ സൈഡിലും പറയുന്നതാണ്. ചിലർ കണവയെന്ന് പറയും. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ.
അപ്പോൾ ഞാൻ ഓരോ മീനും ഓരോ കൂന്തലും ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണേ. അപ്പോൾ ചെറു മീനുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം ഞാൻ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ക്ലീൻ ചെയ്യുന്നതിൽ 2 കൂന്തൽ മത്സ്യത്തെ വിഴുങ്ങിയിട്ടുള്ള കൂന്തലായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ വലിച്ചൂരി ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയത്. കണ്ടോ ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ പോകുവേ. നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ തൊലിയെല്ലാം പെട്ടെന്ന് ഇളകിപ്പോരും. പിന്നെ ഇതുപോലെ കറി വെച്ചാലാകട്ടെ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്താലും ഒക്കെ ഇത്രയും ടേസ്റ്റുള്ളൊരു മത്സ്യം വേറെ ഇല്ലെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഞാനിത് എങ്ങനെയാണ് മുറിക്കുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം പലർക്കും അറിയാം, ഇത് ക്ലീൻ ചെയ്യാനും അറിയാം, റോസ്റ്റ് ചെയ്യണതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ അറിയാത്ത കുറേ പേരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതൊക്കെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ തലയുടെ ഭാഗത്ത് ഒരു മുത്ത് പോലൊരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ ഇത് അടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രമാത്രം അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിരണ്ടിയാൽ മതി. അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെയാണെങ്കിലും നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും. ഒരു കാരണവശാലും തല എടുക്കാതിരിക്കരുത്. തലയ്ക്കാണ് കൂടുതലും ടേസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കണ്ണും ആ വായ ഉൾപ്പെടുന്ന ഭാഗം നീക്കം ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തലയുടെ ഈ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നീരാളീനെ പോലെ തോന്നും. നീരാളീനെ പോലുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇനി ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയിട്ട് നമുക്ക് എടുക്കണം. രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തേച്ച് കഴുകി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടെ കഴുകണം. കാര്യം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ ഈ ഒരുപാട് പത ഉണ്ടാകും വെള്ളത്തിൽ. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം വീണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ട് കഴുകിയൊക്കെ എടുക്കണം, പതച്ച് കഴുകിയൊക്കെ എടുക്കണം. അപ്പോൾ ഈ വെള്ളം നല്ല പതയായിട്ട് കിടക്കും. അപ്പോൾ സോപ്പ് വെള്ളം പോലെ നമുക്ക് തോന്നും. അപ്പോൾ ആ പദം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം.
അപ്പോൾ ഞാനിപ്പം മുറിച്ചിരിക്കുന്നത് വെച്ചാൽ ഞാനിത് റൗണ്ടിലാണ്, റൗണ്ട് ഷേപ്പിൽ കണ്ട ഇങ്ങനെയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ടായിട്ടും മുറിച്ചിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ മുറിച്ചിട്ട് ഞാൻ അടുത്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യമേ രണ്ടായിട്ട് പൊളന്ന് ഞാൻ കാണിച്ചില്ലേ, അതാണേ. അപ്പോൾ ഇത് നടുക്ക് വെച്ചിട്ട് നമുക്കൊന്ന് മുറിക്കാം. നടുഭാഗത്ത് വെച്ചിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. അത് ഇപ്പം കത്തി കൊണ്ട് മുറിക്കണേക്കാളും നല്ലത് ഒരു കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ കത്തി മാറ്റിയിട്ട് ഞാൻ കത്രിക വെച്ചിട്ടാണ് പിന്നെ ഉള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ അതിനുശേഷം നമ്മൾ ആ തലയുടെ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. ക്ലീൻ ചെയ്യുന്നത് ഒരുപാട് പ്രയാസമുള്ള കാര്യമാണെന്ന് വെച്ചിട്ട് ഈ മീൻ വാങ്ങാതിരിക്കേണ്ട കേട്ടോ. ഇനി ഈ മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റോസ്റ്റ് ചെയ്യുകയോ തോരൻ വയ്ക്കുകയോ ഫ്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തു കേട്ടോ. തലയുടെ ഭാഗവും എല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്നുകൂടെ കഴുകി വാരി ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂന്തൽ ക്ലീൻ ചെയ്യുന്നത് വളരെ പ്രയാസമാണെന്നൊന്നും വിചാരിക്കേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കൂട്ടുകാരെ. ബൈ.